കോഴിക്കോട് നഗരം ഒന്നാകെ വലിയ ആഘോഷത്തിമിർപ്പിലാണ്. പാട്ടും ആട്ടവും എല്ലാം തായി പ്രതീക്ഷയുടെ ഒരു പുതുവർഷത്തെ വരവേൽക്കുകയാണ്. ഈ നഗരം ഒന്നാകെ പുതുവർഷത്തെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. അതോടൊപ്പം തന്നെ ജനം ടി വിയും അങ്ങനെ ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാം വ്യത്യസ്തമായി തന്നെ നമ്മുടെ ഒരു ടീം അംഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നമുക്കൊപ്പം ടീം അംഗങ്ങൾ, വർഷങ്ങളായി ജനം ടി വിക്കൊപ്പം നിൽക്കുന്ന ടീം അംഗങ്ങൾ, അവരെല്ലാം കൂടി ഞങ്ങളും ഇതൊരു പുതുവർഷം ഒരു ആഘോഷമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വലിയൊരു ആഘോഷത്തോടെ നമുക്കറിയാം, ലക്ഷ്മി ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ കലോത്സവത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കോഴിക്കോട് എത്തുന്നത്. അതിനുശേഷം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങ് പോകുന്നുവെങ്കിൽ പോലും ഇവരൊക്കെ ഒപ്പം അങ്ങ് ഒരു 6 മാസമായി കോഴിക്കോട് ആദ്യ പുതുവത്സരത്തെ ഞങ്ങൾ ആഘോഷമാക്കുകയാണ്. ഇവരോട് തന്നെ അവരുടെ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഈ സമയത്ത് ചോദിക്കേണ്ടത്. ബിജുവേട്ടനാണ് നമ്മുടെ ക്യാമറ ചീഫാണ്, ഈ റീജിയനിലെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്തായാലും വലിയൊരു ആഘോഷത്തോടെ ഈ നാടൊന്നാകെ പോകുന്നു. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? 2024 വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതുപോയിട്ട് എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു നല്ല 2024 നമ്മൾ ആശംസിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ്. ഈ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന ആളുകൾ ആണ് നമ്മുടെ എല്ലാം തന്നെ ഫ്രെയിമിൽ കാണിക്കുന്ന ആളുകളാണ് ഇവർ തന്നെ. ഇത് നമുക്കറിയാവുന്ന ആളാണ് ദിഷ്ണ. അവിടെ ഏറ്റവും ചെറിയ കുട്ടിയാണ്, നമുക്കൊപ്പം വന്നിട്ട് 6 മാസമായതേ ഉള്ളൂ. എന്തായാലും ദിഷ്ണയുടെ ഒരു വിശേഷങ്ങളിലേക്ക്. ദിഷ്ണ വാർത്തകൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പുതുവത്സവം ആഘോഷിക്കുന്നു. കഴിഞ്ഞ ലൈവ് ദിഷ്ണയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു കോഴിക്കോട് ഒരു ആദ്യ അനുഭവം എങ്ങനെയാണ്? കോഴിക്കോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പോകാൻ തോന്നാത്തൊരവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പ്രത്യേകിച്ച് എൻ്റെ ഒരു 2023 എന്ന് പറയുന്നത് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി. അതിപ്പോൾ എൻ്റെ റീജിയണൽ ചീഫ് ആയാലും ബ്യൂറോ ചീഫ് ആയാലും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായാലും ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി. ആ ഒരു നിമിഷമായിരുന്നു എന്നെ സംബന്ധിച്ച്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. എന്തായാലും 2023 എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിവസമാണ്, നല്ലൊരു വർഷമാണ്. മാത്രമല്ല 2024 പ്രധാനമായി എനിക്കൊരു ആഗ്രഹമുള്ളത് എൻ്റെ റീജിയണൽ ചീഫിൻ്റെ കല്യാണ സദ്യ ഒന്ന് കഴിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. അതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. എന്തായാലും വലിയൊരു ആഘോഷം. ഇത് കൂടുതൽ എനിക്ക് തന്നെയുള്ള പണിയായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നത്. എന്തായാലും അക്ഷയ് ഉണ്ട്. അക്ഷയ് ഇപ്പോൾ നമ്മളോട് 5 വർഷമായി ജനം ടി വിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ക്യാമറമാനാണ്. കോഴിക്കോടിൻ്റെ സ്പന്ദനം അറിയാവുന്ന ഒരു ക്യാമറമാനാണ്. അക്ഷയ് ഇപ്പോൾ തൽക്കാലമായി നമ്മളോട് ഈ ഒരു മാസത്തോടെ ഇറങ്ങുകയാണ്. എന്തായാലും അക്ഷയ്, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും വലിയ ഒരു ആഘോഷത്തോടെ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ടി വിയിലാണ് ഈ കോഴിക്കോട് ആഘോഷം കണ്ടത്. എന്തായാലും ഈ ഒരു ആഘോഷം എങ്ങനെയാണ് നിങ്ങൾ? ഈ ആഘോഷം ഗംഭീരമായി നല്ല രീതിയിൽ പോയി. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് കലോത്സവത്തിലായിരുന്നു. ജനുവരിയിൽ കലോത്സവത്തിന് തുടങ്ങി. കലോത്സവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊന്നും ഒന്നിക്കുന്നത് ഇന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വാർത്തകൾ 2023 കടന്നുപോയി. താനൂര് വോട്ടർ ഉണ്ടായി, അതിൽ ഒരുപാട് നമ്മൾ വാർത്തകൾ കൊടുത്തു. പിന്നെ നമ്മളെ എലത്തൂർ ട്രെയിൻ തീവെപ്പ്, അതൊക്കെ സന്തോഷവും നിറഞ്ഞ ഒരുപാട് വാർത്തകൾ. തീർച്ചയായും ഇനിയുള്ള ആളാണ് ഏറ്റവും കൂടുതൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എങ്ങനെ ഒളിച്ചു വിടാൻ നിജേഷ് ചേട്ടൻ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ക്യാമറ അസിസ്റ്റൻ്റായി നിൽക്കുന്ന ആള്, നമുക്ക് ഏറ്റവും ബലം നൽകി നിൽക്കുന്ന ആള്. അദ്ദേഹത്തിനൊരു എങ്ങനെയാണ്, ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് പറയാൻ? വേറെ കൂടുതലൊന്നും പറയാറില്ല. അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ. കോഴിക്കോട് ഞങ്ങൾ പൊളിക്കും. എന്തായാലും അത് തന്നെയാണ്. ഇനി മറ്റൊരാൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ ചുമതലയുണ്ടായിരുന്ന സോണൽ ഇപ്പോൾ നമുക്കൊപ്പം കോഴിക്കോടാണ്. വലിയ രീതിയിലേക്ക് ആദ്യമായിട്ടാണ്, കോഴിക്കോടുകാരനാണ്, അല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയാണ്. അവിടെ ഉള്ള ആഘോഷങ്ങൾ, അതോടൊപ്പം തന്നെ കോഴിക്കോട് ആഘോഷങ്ങൾ അസ് എ റിപ്പോർട്ടറായി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നമ്മൾ ഈ മലപ്പുറം മേഖലയിൽ എപ്പോഴും ആഘോഷങ്ങളെ ഇരുകൈനീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ്. നമ്മൾ ഭക്ഷണത്തിലായാലും ആളുകളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലൊക്കെ തന്നെ വളരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചുകൊണ്ട്, അങ്ങനെ ഇന്ന ആഘോഷം ഇന്ന ആഘോഷം എന്നൊന്നുമില്ല, എല്ലാം നമുക്ക് ആഘോഷമാണ്. അത് ഈ മലബാറിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് വേണമെങ്കിൽ എറണാകുളം നമുക്ക് കാണാം. ഇനി അനൂപേട്ടനാണ് എൻ്റെ കോട്ടയത്തൊപ്പം എനിക്കുണ്ടായിരുന്ന ഒരു ക്യാമറമാനാണ്. 3 വർഷമായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് വന്നും ക്യാമറമാനായി വേറെ അനൂപേട്ട, എന്താണ് ഹാപ്പി ന്യൂ ഇയർ? അല്ലാതെ എന്താണ് ഹാപ്പി ന്യൂ അല്ലാതെ ഇവിടെ കോഴിക്കോട് വന്നിട്ട് 2 വർഷമായി. പക്ഷേ ഒരു വൈബ് വേറെയാണ്. നമ്മൾ കോട്ടയം വർക്ക് ചെയ്തു, തിരുവനന്തപുരം വർക്ക് ചെയ്തു, ഇപ്പോൾ ഇടുക്കി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെയാണ് വേറെ വൈബാണ്. ആ കോട്ടയംകാർ അത് കാരണം അതുപോലെ തന്നെ പറയുകയാണ്. കോട്ടയംകാർ കാരണം ദിഷ്ണ പറഞ്ഞ പോലെ തന്നെ കല്യാണമായ വേറെ വിശേഷങ്ങൾ അത് തന്നെയാണ്. എന്തായാലും ഇനി ഇത്രയും നേരം ക്യാമറയ്ക്കൊപ്പം നിന്ന ഒരാളുണ്ട്. ഇത്രയും നേരം നമ്മൾ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തിയ സന്തോഷിയാണ്. സന്തോഷിയേട്ടാ, എങ്ങനെയാണ് പാലക്കാട് ഗ്രാമത്തിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തി ജനം ടി വിക്കൊപ്പം ആദ്യത്തെ ന്യൂ ഇയർ ആണ്? എങ്ങനെയാണ് ഈ ഒരു ആഘോഷം? ഞാൻ ഇതിനെ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. പിന്നെ എന്താ പറയുക, ഒരു പുതിയൊരു വർഷം പിറക്കുകയാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഒരു 8 മാസമായിട്ടേ ഉള്ളൂ. അതിപ്പോൾ ഈ കോഴിക്കോട്
പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതി, പിന്നെ കാണാനുള്ള കാഴ്ചകളും എല്ലാം ജനങ്ങൾ നന്നായിട്ടാണ് വരവേൽക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ ജനൻ ടി വിയുടെ ഒപ്പം നിൽക്കാന്ന് അതിലും ഒരു പ്രത്യേക ആഗ്രഹം സാക്ഷാത്കരിച്ച ഒരു വർഷം കൂടിയായിരുന്നു ശബരിമല പോകല്ലേ. അതെ, എനിക്കൊരു ആഗ്രഹമായിരുന്നു ശബരിമല പോകണം എന്നുള്ളത്. അപ്പോൾ അത് എന്തായാലും ദൈവം സഹായിച്ച് നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാവരും പാടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഇതുണ്ട്. അതിനെയാണ് എന്തായാലും വലിയ ഒരു ആഘോഷത്തോടെ തന്നെയാണ് കോഴിക്കോട് ഈ ഒരു പുതുവർഷത്തെ. എന്തായാലും ജനം ടിവിയുടെ നമ്മുടെ ഫുൾ ടീമിനെ എന്തായാലും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആശംസ അങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ. ഒരു ഇതിൽ നിൽക്കുമ്പോൾ പിന്നെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ അന്ന് ഇവിടെ എത്തിച്ചേർന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ലക്ഷ്മിക്ക് അറിയാവുന്ന ആളുകളാണ്. ലക്ഷ്മിക്കൊപ്പമാണ് ഞാൻ കഴിഞ്ഞ, അതായത് പുതുവത്സര ദിനത്തിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് കലോത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് എത്തുന്നത്. പിന്നീട് ഒരു 6 മാസത്തിന് ശേഷം കോഴിക്കോടേക്ക് എത്തി. എന്തായാലും ഈ നഗരം ഒന്നാകെ, ഈ കൂട്ടുകാരൊന്നാകെ നമ്മളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, നേരത്തെ എല്ലാവരും സൂചിപ്പിക്കുന്നത് അത്ര വൈബായുള്ള ഒരു നഗരം, വലിയ ആഘോഷമുള്ള നഗരം, നല്ല രുചികരമായ ഭക്ഷണം കിട്ടുന്ന ഒരു നഗരം, അങ്ങനെ സവിശേഷതകളെല്ലാം തന്നെയുണ്ട്. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും നാട് നഗരം ഒന്നാകെ വലിയ ആഘോഷ തിമിർപ്പിലാണ്. ഈ പ്രദേശം ഒന്നാകെ, ഈ നാടൊന്നാകെ, നഗരം ഒന്നാകെ ഈ ഒരു പുതുവത്സരത്തെ വരവേൽക്കുന്നത് പ്രതീക്ഷയുടെ ഒരു പുതുവത്സരമാണ് ഇത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രതീക്ഷകളും എല്ലാം തന്നെ െത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പുതിയ വലിയ പ്രതീക്ഷയോടെ, വലിയ ആഘോഷത്തോടെ എല്ലാം തന്നെ കോഴിക്കോട് ബീച്ചിലും ഈ സമാനമായ ആഘോഷം, മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത് ഈ മാനാഞ്ചിറ മൈതാനത്താണ്. സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളടക്കം ഈ ഒരു പുതുവത്സരത്തെ വരവേൽക്കാനായി വലിയ ഒരു ആവേശത്തോടെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് അവർക്ക് ഈ ഒരു സന്തോഷം ആസ്വദിക്കും. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തുള്ളവർക്കും കോഴിക്കോട് ജനൻ ടി വിയുടെ ടീമിൻ്റെ മുഴുവനായുള്ള ആശംസകൾ ഞങ്ങൾ ഒന്നാകെ പറയുകയാണ്. അത് ലക്ഷ്മിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അവിടുത്തെ എല്ലാ സാങ്കേതിക വിഭാഗ പ്രവർത്തകർക്കും PCR-ലും എല്ലാ ഇരിക്കുന്ന ആളുകൾക്കും ഞങ്ങളുടെ കോഴിക്കോട് ജനൻ ടി വിയുടെ പുതുവത്സര ആശംസകൾ അഡ്വാൻസായി നേരുകയാണ്.